കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി റോമാലേഖനം 11-ാം അധ്യായം 36-ാമത് വാക്യം. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നു. ദൈവിക സൃഷ്ടിപ്പിനെക്കുറിച്ചും ദൈവിക പദ്ധതികളെക്കുറിച്ചും തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. പ്രത്യേകാൽ നമ്മെ ഈ ഭൂതലത്തിൽ ആക്കിയിരിക്കുന്നതിന് പിൻപിൽ ഉള്ള ദൈവിക ഉദ്ദേശം നാം തിരിച്ചറിയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ മറ്റുള്ളവരുടെ ജീവിത നിലവാരങ്ങളെയും അവരുടെ ജീവിതത്തിലെ നന്മകളെയും ഉയർച്ചകളെയും ഒക്കെ നോക്കി ഒരുപക്ഷെ സ്വന്തം ജീവിതത്തെ വിലയിരുത്തുന്ന ഒരു പ്രത്യേക മനോഭാവം പലർക്കും ഉണ്ടാകാറുണ്ട്. മനുഷ്യർ രണ്ട് നിലകളിൽ ചിന്തിക്കാറുണ്ട്. അതിലൊന്ന്, എന്നെക്കാൾ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നു, എൻ്റെ ജീവിതത്തിൽ ഉള്ള പ്രശ്നം പോലെ മറ്റാരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല, അവരെല്ലാം സൗഖ്യത്തോടെയും ക്ഷേമത്തോടെയും ആയിരിക്കുന്നു, ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. രണ്ടാമതായി, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ഉദ്ദേശവുമില്ലയോ? ഞാൻ എൻ്റെ ജീവിതത്തെ ഈ നിലകളിൽ കഴിച്ചുകൂട്ടി എന്നും ഒരു പാഴിടം പോലെ, ശൂന്യമായ സ്ഥലം പോലെ, ഒരു ലക്ഷ്യവുമില്ലാതെ അസ്തമിക്കുകയാണോ എന്നൊക്കെ സ്വന്തം ജീവിതത്തെ വിശകലനം ചെയ്യുന്ന, നിരൂപിക്കുന്ന രണ്ടാമതൊരു കൂട്ടരുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ പകൽ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ദൈവകൃപയിൽ ഓർപ്പിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സകലതിനെയും കുറിച്ചും വ്യക്തമായ പദ്ധതിയും ഉദ്ദേശവുമുണ്ട്. ദൈവവചനം ഇപ്രകാരം ഓർപ്പിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 43-ാം അധ്യായം 7-ാം വാക്യത്തിൽ, എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. അതെ, അവിടുത്തെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന നാം അവിടുത്തെ നാമത്തിൽ വിളിക്കപ്പെട്ടവരാണ്. കർത്താവ് ഇപ്രകാരം ഓർപ്പിച്ചു, 2 കാശിന് 5 കുരികിലുകളെ വിൽക്കപ്പെടുന്നുണ്ടല്ലോ, അവയിൽ ഒന്നിനെ പോലും സ്വർഗസ്ഥനായ പിതാവ് മറന്നു കളയുന്നില്ല. അതേ പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധാനത്തിൽ വളരെ വിലപ്പെട്ടവരാണ് എന്നുള്ളത് മറന്നു പോകരുത്. സ്വന്തം ജീവിത സാഹചര്യങ്ങൾ നോക്കി, അനുഭവങ്ങൾ നോക്കി, അതിൻ്റെ പിൻപിലുള്ള ദൈവപ്രവൃത്തിയെയോ ദൈവിക ഉദ്ദേശങ്ങളെയോ കാണാതെ നമ്മുടെ ജീവിതത്തെ നാം ഒരിക്കലും വിലയിരുത്തരുത്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങൾക്കകത്തും, ഓരോ പ്രതിസന്ധികളാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, എന്തിൻ്റെയും പിൻപിൽ ദൈവം തൻ്റെ നാമത്തിന് മഹത്വമെടുക്കത്തക്ക നിലകളിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട് എന്നുള്ളത് പൂർണ്ണമായി നാം വിശ്വസിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സദൃശവാക്യം 16:4 ഇപ്രകാരം പറയുന്നു: യഹോവ സകലത്തെയും
തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. അതെ, യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 43:21 ഇപ്രകാരം കർത്താവിൻ്റെ വചനം ഓർപ്പിക്കുന്നു: ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും. തൻ്റെ സൃഷ്ടികളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം, ദൈവിക കരുതൽ, ദൈവിക പദ്ധതി, ഇവയെല്ലാം ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർപ്പിക്കുകയാണ്. അതെ, നാം വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരല്ല. കർത്താവിൻ്റെ മഹത്വത്തിനും അവൻ്റെ പുകഴ്ചയ്ക്കുമായി ഒരു വലിയ ദൈവിക ഉദ്ദേശത്തിനായി നാം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. ആ ദൈവഹിതം തിരിച്ചറിയുവാൻ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവകരങ്ങളായിരിക്കാം. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുണർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നമാകട്ടെ, അതിൻ്റെ പിൻപിൽ ദൈവം മഹത്വമെടുക്കുമാറ് ഒരു പ്രത്യേക ദൈവിക പദ്ധതി ഉണ്ട്. അത് തിരിച്ചറിഞ്ഞ് നമുക്ക് നമ്മുടെ പിതാവായ ദൈവത്തിൽ സന്തോഷിക്കാം. അവിടുത്തെ പ്രവൃത്തിയുടെ തികവിനായി കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.